ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ യൂഷ്വലി കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻഷിയേറ്റ് സിമെട്രിക് ആൻഡ് അസിമെട്രിക് മൾട്ടി പ്രൊസസ്സർ സിസ്റ്റംസ്. സോ അതിൻ്റെ ആൻസറിലേക്ക് പോവാം. മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. 2 types of മൾട്ടി പ്രോസസ്സിംഗ് ഉള്ള അസിമെട്രിക് മൾട്ടി പ്രോസസ്സിങ്ങും സിമെട്രിക് മൾട്ടി പ്രോസസ്സിങ്ങും. ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടാസ്കിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നതും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിലേക്ക് ഇൻഡെപ്തിൽ നോക്കാം. ഫസ്റ്റ് അസിമെട്രിക് മൾട്ടി പ്രോസസ്സിംഗ് ആണ്. അസിമെട്രിക് മൾട്ടി പ്രോസസ്സിങ്ങിൽ ഒത്തിരി പ്രോസസ്സേഴ്സ് ഉണ്ടാവും. അതിൽ ഒരെണ്ണം മാസ്റ്റർ പ്രോസസ്സർ ആക്ട് ചെയ്യും, ബാക്കിയെല്ലാം അതിൻ്റെ സ്ലേവ് പ്രോസസ്സായിരിക്കും. അപ്പോൾ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റീസും ടാസ്ക് ഷെഡ്യൂളിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ മാസ്റ്റർ പ്രോസസ്സറാണ്. മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സിംപ്ലിഫൈഡ് കൺട്രോളാണ്. കാരണം മാസ്റ്ററാണ് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുക. അപ്പോൾ റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ഒന്നും വരില്ല. സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സേഴ്സാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ദെൻ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ സിംഗിൾ പോയിൻറ്റ് ഫെയിലിയർ, അതായത് മാസ്റ്റർ ഫെയിലായി കഴിഞ്ഞാൽ ഫുൾ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യാതായി പോകും. പിന്നെ ലിമിറ്റഡ് സ്കെയിലബിലിറ്റി, അതായത് പുതുതായിട്ടൊരു പ്രോസസ്സറിനെ ആഡ് ചെയ്യുമ്പോൾ അതിന് ഇഷ്യൂസ് വരും. പിന്നെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ്റെ എഫിഷ്യൻസി കുറവായിരിക്കും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് സിമെട്രിക് മൾട്ടി പ്രോസസ്സിംഗ്. സിമെട്രിക് മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രോസസ്സേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിനെ ഈക്വലി ആക്സസ് ചെയ്യാം, മെമ്മറി എല്ലാം ഈക്വലി ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാ പ്രോസസ്സറും ഇൻഡിവിജ്വലായിട്ടാണ് വർക്ക് ചെയ്യുക. ദെൻ എപ്പോഴൊക്കെ അത് അതിൻ്റെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ഇൻഡിവിജ്വലി വർക്ക് ചെയ്യും. അഡ്വാൻറ്റേജ് വരുമ്പോൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ നമുക്ക് ബെറ്റർ ആക്കാം. സ്കെയിലബിലിറ്റി പറയുമ്പോൾ പുതിയ പ്രോസസ്സേഴ്സിനെ ആഡ് ചെയ്യാനൊക്കെ ഈസിയാണ്. ഫോൾട്ട് ടോളറൻസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോസസ്സർ കംപ്ലൈൻ്റ് ആയെന്ന് വിചാരിക്കുക, ബാക്കി ആരെയും അത് അഫക്റ്റ് ചെയ്യില്ല. ഡിസഡ്വാൻറ്റേജ് വരുമ്പോൾ കോംപ്ലെക്സ് ഷെഡ്യൂളിംഗ് ആണ്. അതായത് എല്ലാ പ്രോസസ്സേഴ്സിനും ഈക്വൽ ആക്സസ് ആണ്. സോ ഷെഡ്യൂളിങ്ങിൻ്റെ സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും. ദെൻ റിസോഴ്സ് കണ്ടൻഷൻ, ഇൻക്രീസ്ഡ് ഹാർഡ്വെയർ കോസ്റ്റ്, അത്രയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്.